നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രൊഫസർ മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ തംബ്നെയിലിൽ കാണുന്ന പോലെ തന്നെ എന്തുകൊണ്ട് പണക്കാർ കൂടുതൽ പണക്കാരാകുന്നു, പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വീഡിയോയുടെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ പണക്കാർ കൂടുതൽ പണക്കാരാകുന്നതും പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരാകുന്നതും ഉണ്ടോ എന്നുള്ളതും കൂടിയാണ്. കാരണം നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ദ റിച്ച് ഗെറ്റ്സ് റിച്ചർ ആൻഡ് പുവർ ഗെറ്റ്സ് പുവറർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് സത്യത്തിൽ അത് ഒറിജിനേറ്റ് ചെയ്തത് തോമസ് പിക്കറ്റിയുടെ ക്യാപിറ്റൽ ആൻഡ് ഐഡിയോളജി എന്ന് പറയുന്ന ഒരു ബുക്കിന്റെ അകത്തുനിന്നാണ്. അപ്പൊ അതിൻ്റെ അകത്താണ് ഇത് പറയുന്നത്. പണക്കാർ കൂടുതൽ പണക്കാരാവുന്നു, പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരാകുന്നു. കുറച്ച് സാമ്പിളിംഗ് ഒക്കെ നടത്തിയിട്ടുള്ളതാണ്. പക്ഷെ അതിന് ശേഷം ഒരു 100 വർഷത്തെ ഒരു കാലഘട്ടങ്ങളിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ അകത്ത് കുറച്ചൊരു കോൺട്രഡിക്ഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് പണം ഉണ്ടാക്കുന്നവർ കൂടുതൽ പണം ഉണ്ടാക്കുന്നു, അല്ലാത്തവർ പണം ഉള്ളതും കൂടി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അഥവാ ഓൾറെഡി ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമായിട്ട് പണമൊന്നും ഇല്ലാത്തവർ അവർ എന്ത് ചെയ്യണമെന്നുള്ളതും കൂടിയുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ പ്രധാന പ്രതിപാദന വിഷയങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് തോമസ് പിക്കറ്റിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, പണക്കാർ കൂടുതൽ പണക്കാരാവുന്നു, പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരാകുന്നു, അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മളൊരു 100 വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്കയുടെ ഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്ക.com എന്ന് അതിൻ്റെ അകത്ത് ഡേറ്റ കിട്ടും. 100 വർഷത്തെ ഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അതേ GDP ഉള്ള രാജ്യങ്ങളെ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷം, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അഥവാ 2 ലോക മഹായുദ്ധങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഏകദേശം 15% മാത്രമേ സ്വന്തമായിട്ടുള്ള ഭവനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം ഇപ്പോൾ ഏകദേശം 2 പേർക്കും സ്വന്തമായി ഭവനങ്ങളുണ്ട്. മിഡിൽ ക്ലാസിന്റെ സൈസ് കൂടിക്കൂടി വരുന്നു. നമ്മൾ വെറുതെ പെർ ക്യാപിറ്റ ഇൻകം മാത്രം എടുത്തിട്ട് റേഷ്യോ എടുത്ത് നോക്കും. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ചില സ്റ്റോക്കുകളെ PE റേഷ്യോ മാത്രം എടുത്ത് അനലൈസ് ചെയ്യുന്ന പോലെയാണ്. അതേസമയം നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ സൈസ് കൂടുന്നത്, എണ്ണം കൂടുന്നത് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പർച്ചേസിംഗ് പവർ കൂടുന്നതിനും, അതേപോലെ തന്നെ ഇവിടെ പുവർ ഗോട്ട് പുവർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പലപ്പോഴും പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരാകുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പലപ്പോഴും കോൺട്രഡിക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇത് ഇന്ത്യയിലെ മാത്രം കാര്യമല്ല, ഇന്ത്യയുടെ അതേ GDP-യിൽ ഏകദേശം പോകുന്ന, ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ബ്രിക് കൺട്രീസ് ആണ്. അതിനകത്ത് ചൈനനെ വിട്ടുകളയാം. ബാക്കിയുള്ള രാജ്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റഷ്യ ആകട്ടെ, ബ്രസീൽ ആകട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ള സൗത്ത് ആഫ്രിക്ക ആവട്ടെ, ഇവരുടെയൊക്കെ കാര്യങ്ങളും വിഭിന്നമല്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അത്ര ശരിയല്ല നമ്മൾ സാധാരണ രീതിയിലുള്ള സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഇന്നത്തെ രീതിയിലുള്ള അവസ്ഥകൾ നോക്കുമ്പോൾ. പക്ഷേ ഇതിനകത്ത് ശരിയായിട്ടുള്ളൊരു കാര്യമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ കഥകൾ ഏകദേശം ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. പണം ഉണ്ടാക്കുന്നവർ കൂടുതൽ പണം ഉണ്ടാക്കുന്നു, പണം ഇല്ലാത്തവർ ഉള്ളത് കൂടി പോകുന്നു എന്നുള്ളത് പറയുന്ന പോലെ തന്നെയാണ്. ഇല്ലാത്തവരിൽ നിന്നും ഉള്ളത് കൂടി എടുക്കപ്പെടും എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് നോക്കാം. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു റിസ്ക് മാനേജ്മെന്റ് തന്നെയാണ് കാര്യം. അതേസമയം ഇതിൻ്റെ അകത്ത് റിസ്ക് മാനേജ്മെന്റ് ആർക്കും ഇല്ല എന്നുള്ള കാര്യത്തിലൊന്നും ഞാനാരും കുറ്റപ്പെടുന്നില്ല. പക്ഷെ പലപ്പോഴും റിസ്ക് മാനേജ്മെന്റ് പലർക്കും പലതരത്തിൽ മാത്രമേ മാനേജ് ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം പരിസ്ഥിതി അങ്ങനെ ആയതുകൊണ്ട്. കാരണം നിവൃത്തിയില്ലെങ്കിൽ നീതിമാനം ചെയ്യുമെന്ന് പറയുന്ന അവസ്ഥയിലാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലങ്ങളിൽ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ട്രേഡർ ആവണമെന്നൊരു ആഗ്രഹമാണുള്ളത്. പക്ഷേ അത്രയ്ക്ക് മാത്രം ഒരു ഡിപ്ലോയ് ചെയ്യാൻ പറ്റിയ ഫണ്ട്സ് എത്ര പേർക്കുണ്ടെന്നുള്ളത് പലപ്പോഴും സംശയമാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യാനുള്ള ആകെയുള്ള ഒരു ഫണ്ട് 10 ലക്ഷം രൂപയാണെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങളൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷം ഇന്നത്തെ രീതിയിൽ നല്ല രീതിയിലൊക്കെ നിങ്ങളുടെ ഒരു ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ ചെറുപ്പക്കാരനാണെങ്കിൽ അവർക്ക് അവരുടെ ഒരു പിയർ ഗ്രൂപ്പുമായിട്ട് സമാനമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയും സമാനമായിട്ടുള്ള സാമ്പത്തിക പരിസ്ഥിതി ഉള്ളവരുടെയൊക്കെ അതുപോലെ ജീവിക്കണമെങ്കിൽ അവർക്ക് ഒരു 5 ലക്ഷം രൂപ മുതൽ 6 ലക്ഷം രൂപ വരെ വേണമെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. അതായത് 50,000 രൂപ പെർ മന്ത് അത്രയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളുടെ സമാനമായിട്ടുള്ള ജീവിതാവസ്ഥയിൽ ഉള്ളവരുമായിട്ട് ജീവിക്കാൻ കഴിയും. അപ്പോൾ അതായത് 10 ലക്ഷം രൂപ മുടക്കിയിട്ട് 5 മുതൽ 6 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ആനം 50% മുതൽ 60% വരെ റിട്ടേൺസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ 50% മുതൽ 60% വരെ റിട്ടേൺസ് വേണമെങ്കിൽ ഇയാള് ഈ ഒരു 10 ലക്ഷം രൂപ വെച്ചിട്ട് ഇദ്ദേഹം വളരെ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്തെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കും 50 മുതൽ 60% വരെ എന്ന് പറയുന്നത് വലിയൊരു റിട്ടേൺസ് ആണോ എന്നുള്ളത്. കാരണം ചിലരൊക്കെ ഒരു ദിവസം തന്നെ പണം ഇരട്ടിപ്പിക്കുന്നുണ്ട്, ഒരു ദിവസം തന്നെ 50% ലഭിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു വർഷം 50 മുതൽ 60% എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണോ? കാരണം ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ കാണുന്നവരും അതേപോലെ അല്ലാത്തവരുടെ വളരെ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ മാത്രം ഞാൻ ട്രേഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നവരെ സംബന്ധിച്ച്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ മനസ്സിൽ തട്ടി പറയുകയാണെങ്കിൽ ഒരു ഡീസന്റ് ഇൻവെസ്റ്റർക്ക് ഇവിടെ ലഭിക്കുന്നത് 30 മുതൽ 32% വരെയാണ് മാക്സിമം ലഭിക്കുന്നത്. അപ്പോൾ ട്രേഡറെ സംബന്ധിച്ച് ഇതൊന്നും വിഭിന്നമല്ല. 30-32% വരെ ലഭിക്കുന്ന ട്രേഡേഴ്സ് എന്ന് പറയുന്നത് ഒരു 5% താഴെ മാത്രമാണെന്നുള്ളൊരു സത്യാവസ്ഥ അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ
10 ലക്ഷം രൂപ വെച്ചിട്ട് 6 ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ ഇദ്ദേഹം എടുക്കുന്ന റിസ്ക് വളരെ കൂടുതലാണ്. അതേസമയം 1 കോടി രൂപ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾക്ക് ജീവിക്കാൻ വേണ്ടി 25 ലക്ഷം രൂപ വേണമെങ്കിൽ പോലും അദ്ദേഹം എടുക്കുന്ന റിസ്ക് നേരത്തെ പറഞ്ഞ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളെടുക്കുന്ന റിസ്കിന്റെ പകുതിയോളം മാത്രമേ ഉള്ളൂ. അപ്പോൾ റിസ്ക് അവിടെ കുറഞ്ഞതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ റിട്ടേൺസ് ലഭിക്കാനുള്ള പ്രോബബിലിറ്റി കൂടി. അതുകൊണ്ട് തന്നെ നഷ്ടം വരുവാനുള്ള സാധ്യതകൾ കുറഞ്ഞു. അതുകൊണ്ടാണ് കൂടുതൽ ഫണ്ട് ഡിപ്ലോയ് ചെയ്യാനുണ്ടെങ്കിൽ അത്തരക്കാർ പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യുന്നത്. ഇതേ കേസ് തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ഓപ്ഷൻസിൻ്റെ അകത്ത് ട്രേഡ് ചെയ്യുന്നവരെയും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവരെയും കുറിച്ച് നമുക്ക് നോക്കാം. ഉദാഹരണമായിട്ട് പറയും 10 ലക്ഷം രൂപയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു 5-6 പൊസിഷൻസ് മാക്സിമം നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ അകത്താണെങ്കിൽ എടുക്കും. അപ്പം സെല്ലിങ്ങിൻ്റെ കേസാണ് പറയുന്നത്. ഇപ്പോൾ ബൈ ആണെങ്കിൽ ബൈ പൊസിഷൻ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ വലിയ വിഭിന്നമല്ല കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഏതെങ്കിലും നിങ്ങൾക്ക് ഉദ്ദേശിക്കാത്ത തരത്തിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ്സിനുള്ള ഒരു സാധ്യതയോ പണമോ അവിടെ നിലനിൽക്കുന്നില്ല. പിന്നെ അതേസമയം 1 കോടി രൂപയോ 2 കോടി രൂപയോ ഒക്കെ ഡിപ്ലോയ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട്സ് അവിടെ ബാക്കി നിലനിൽക്കുന്നു. അതേപോലെ തന്നെ കൂടുതൽ വേണമെങ്കിലും അത്രയൊക്കെ ഫണ്ട് ഡിപ്ലോയ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ കുറച്ച് ഫണ്ട് ഉടനെ തന്നെ 1-2 ദിവസത്തിനുള്ളിൽ കൊണ്ടുവരണമെങ്കിൽ അത് സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ചെറിയ ഫണ്ട്സ് വെച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ച് അത് സാധ്യമല്ല. ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യവും വിഭിന്നമല്ല. നിങ്ങളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, കർഷകാലത്തിന് ആ സ്റ്റോക്ക് കറക്ഷൻസ് ഒക്കെ നടന്ന് താഴോട്ട് പോയി, അല്ലെങ്കിൽ മാർക്കറ്റ് സെന്റിമെന്റിന് താഴേക്ക് പോയി. അപ്പോൾ താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ വാങ്ങിച്ച സ്റ്റോക്ക് ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആണെങ്കിൽ സത്യം പറഞ്ഞ ഒരു സാധ്യതകളാണ് അവിടെ നിലനിൽക്കുന്നത്. അതായത് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടും അതിൻ്റെ അകത്ത് വീണ്ടും നിങ്ങൾക്ക് ആവറേജ് ചെയ്യുകയോ അല്ലെങ്കിൽ ചുരുങ്ങിയ വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ളൊരു സാധ്യതയാണ് തുറന്നു നിൽക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഫണ്ടുമായിട്ട് ഇറങ്ങുന്നവരെ സംബന്ധിച്ച് ഈ ആവറേജിങ്ങിനുള്ളൊരു ഓപ്ഷൻ ഒന്നും പിന്നെ ഇല്ല. അവിടെയാണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ഫണ്ട്സ് ഉള്ളവർ അഥവാ ചുരുങ്ങിയ ഫണ്ട്സുമായിട്ട് വരുന്നവർ പലപ്പോഴും വലിയ റിസ്ക് എടുത്തിട്ട് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നതും, വലിയ ഫണ്ടുമായിട്ട് വരുന്നവർ പലപ്പോഴും അവർക്ക് ചുരുങ്ങിയ റിസ്ക് എടുക്കുന്നത് കൊണ്ട് മാത്രം അവർക്ക് നഷ്ടത്തിനുള്ള സാധ്യത കുറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1 കോടി രൂപ ഇട്ടയാൾക്ക് 25% എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.25 കോടി രൂപയായി അടുത്ത 1 വർഷം കഴിയുമ്പോൾ. ഈ 1.25 കോടിയുടെ 25% പിന്നത്തെ വർഷത്തേക്ക് വരുന്നത്. ഇവിടെയാണ് കോമ്പൗണ്ടിങ് നടന്നു പോകുന്നത്. ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഒരു ട്രേഡറായിട്ട് നിങ്ങളുടെ കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വളരെ ചുരുങ്ങിയ ക്യാപിറ്റലുമായിട്ട് വന്നിട്ട് നിങ്ങൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഞാൻ 5000 രൂപ കൊണ്ട് മാർക്കറ്റിൽ വന്നിട്ട് ഇപ്പോൾ 5000 കോടി രൂപയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഉത്തേജനകമായിട്ടുള്ള മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇറങ്ങാതിരിക്കുക. ആ കാണുന്നതൊക്കെ നിങ്ങൾ പലപ്പോഴും ഒരു 10,000-1 സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതിനേക്കാളും കുറവ് തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതൊന്നും കണ്ട് നിങ്ങൾ ഇറങ്ങാതിരിക്കുക. നിങ്ങൾ മിനിമം ഒരു 25 മുതൽ 30 ലക്ഷം രൂപ വരെയെങ്കിലും നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സ്വപ്നവുമായിട്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് വരിക. ഇല്ലെങ്കിൽ ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും. ഈ ഒരു അവസ്ഥ ശരിക്കും നിലനിൽക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലാണ്. അപ്പോൾ നിങ്ങൾ വിവേകപൂർണ്ണമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഈസ്റ്ററിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാതെ നന്ദി, നമസ്കാരം.